നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. യോഗത്തിലേക്ക് സ്വാഗതം പറയുക എന്നുള്ള ഒരു കർത്തവ്യം മാത്രമാണ് ഈ വൈകിയ വേളയിൽ എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്. തന്നെയുമല്ല, നമ്മുടെ വിശിഷ്ട അതിഥികൾക്ക് മറ്റു പരിപാടികൾക്കുള്ളതുകൊണ്ട് തന്നെ വളരെ ചുരുക്കി സ്വാഗത പ്രസംഗം ചുരുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മോങ്ങം മഹല്ല് കമ്മിറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗമാണ് ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. മോങ്ങം മഹല്ല് കമ്മിറ്റിയെ കുറിച്ച് പറയുമ്പോൾ മലയാളികൾ ഗൾഫിലേക്ക് വരാൻ തുടങ്ങിയത് മുതൽ മോങ്ങം മഹല്ല് കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ നല്ല നിലയുള്ള ഒരു കമ്മിറ്റികളുണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ സംഭാവനകളാണ് ഇന്ന് മോങ്ങത്ത് കാണുന്ന പള്ളികളും മദ്രസകളൊക്കെ തന്നെ. കുറെ കാലങ്ങൾക്ക് ശേഷം ആ കമ്മിറ്റി നാമാവിശേഷമായി എന്നാണ് നമ്മൾ പുതിയ ആൾക്കാർക്ക് കേൾക്കാൻ കഴിയുന്നത്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മോങ്ങത്തെ യുവാക്കളെല്ലാം കൂടി ഒരു മഹല്ല കമ്മിറ്റിക്ക് രൂപം നൽകുകയും ആ കമ്മിറ്റി ഇന്ന് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ കൃപ കൊണ്ട് ഞാനും നിങ്ങളും പ്രതീക്ഷിച്ചതിലും വളരെ നല്ല നിലയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ അതിനെ നന്ദി പറയേണ്ടത് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളോടാണ്. ഈ മഹല്ല് കമ്മിറ്റിയുടെ ഓരോ പരിപാടികളും വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജോലികളും മറ്റു പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മോങ്ങം മഹല്ല് കമ്മിറ്റി യോഗം വിളിക്കുമ്പോൾ ഇതുപോലെ ഒന്നിച്ചുകൂടാനും നമ്മുടെ പരിപാടികൾ ചർച്ച ചെയ്യുന്നതിനും വേണ്ടി സഹകരിച്ച നിങ്ങളെ ആദ്യമായി ഞാൻ എന്റെ സന്തോഷം അറിയിക്കുകയാണ്. നമ്മുടെ മോങ്ങം മഹല്ല് കമ്മിറ്റിയുടെ ഇന്നത്തെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ ചുരുക്കി പറയുമ്പോൾ നമ്മൾ പള്ളികളും മദ്രസകളും ഇന്ന് ഇഷ്ടം പോലെ നമ്മുടെ നാടുകളിൽ എത്തിക്കാനും ഒക്കെ തന്നെ വളരെ സുലഭമാണ്. ഇന്ന് വളരെ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്ന വിവാഹം കഴിച്ചയക്കാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് നിങ്ങൾക്കറിയാം. വളരെയധികം രക്ഷിതാക്കൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് മൈസൂർ കല്യാണം. ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായി നാട്ടിൽ 2, 3, 4 കുട്ടികളെ കെട്ടിച്ചയക്കാൻ സാധിക്കാതെ രക്ഷിതാക്കള് നിങ്ങൾക്കൊക്കെ അറിയാം അന്യനാടുകളിൽ നിന്നൊക്കെ വന്ന്, ആന്ധ്രയിൽ നിന്നും മൈസൂരിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന് ഏത് രാജ്യക്കാരാണ്, എന്താണ് പേര്, എന്താണ് അഡ്രസ് എന്ന് പോലും അറിയാതെ പാവപ്പെട്ട കുട്ടികളെ ഒരു ചടങ്ങ് തീർക്കുന്നതിന് വേണ്ടി കെട്ടിച്ചയക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം ഇതിനൊക്കെ ഒരു പരിധിവരെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥ നമ്മൾ നോക്കുമ്പോൾ ഗൾഫിലുള്ള സാധാരണക്കാരന് പോലും കുട്ടികളെ കെട്ടിച്ചേക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നമ്മുടെ മഹല്ല് കമ്മിറ്റികളും നമ്മൾ ചെറുപ്പക്കാരും യുവാക്കളുമൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു അവസരമാണ്. മഹല്ല് തോറും ഇത്തരം ക്ലാസുകളും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തേണ്ട അവസരം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഏതായാലും ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിവാഹത്തിനാണ് നമ്മുടെ മഹല്ല് കമ്മിറ്റി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. പാവപ്പെട്ട പെൺകുട്ടികൾക്ക് കെട്ടിക്കുന്നതിന് എന്ത് ചെയ്യാൻ നമുക്ക് സാധിക്കും, അതിന് നമ്മൾ കഴിയുന്ന സഹായ സാധ്യത ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് തന്നെ നിങ്ങൾക്കുള്ള കണക്കുകൾ നോക്കിയാൽ മനസ്സിലാകും. ഏറ്റവും കൂടുതൽ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നതും പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. അത് തന്നെ നമ്മൾ ജാതിമതം നോക്കാതെ നമ്മുടെ കണക്കുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെയധികം അന്യജാതിക്കാർക്ക് പോലും നമ്മൾ ഈ ഫണ്ടിൽ നിന്നും സംഭാവനകൾ നൽകുന്നുണ്ട്. മറ്റൊന്ന് നമ്മൾ കൊടുക്കുന്ന രണ്ടാമതായിട്ട് നിങ്ങൾക്കറിയാം, മാറാരോഗം പിടിച്ച ഒരുപാട് ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ നമ്മുടെ മഹല്ലുകളിലൊക്കെ കാണാൻ സാധിക്കും.
അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നേരത്തെ മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി, നിങ്ങൾക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ വളരെയധികം കാണുന്നൊരു രോഗമാണ് ക്യാൻസർ. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ മോങ്ങംപുള്ളോമ്പുറം നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ തന്നെ ഈ രോഗങ്ങളെ കുറിച്ച് നമ്മളൊരു പഠനം നടത്തേണ്ട ആവശ്യമായിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ ഭക്ഷണത്തിന്റെ രീതിയായിരിക്കാം. ഏതായാലും ഒരുപാട് ആൾക്കാർ നമ്മൾ അറിയുന്നവർ മരണപ്പെട്ടു പോയവരടക്കം ഈ രോഗത്തിന്റെ പിടിയിലമർന്നവരാണ്. അവരൊരു നേരത്തെ മരുന്നിന് വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ അവരെ സഹായിക്കുകയാണ് നമ്മുടെ രണ്ടാമത്തെ പരിപാടി. മൂന്നാമതായി, വീടില്ലാതെ കഷ്ടപ്പെടുന്ന പല ചായക്കാർ ഒരു കൊച്ചു കൂരയ്ക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്നവർക്ക് അവരെ സഹായിക്കുകയാണ്. നാലാമതായി, വളരെ പ്രധാനപ്പെട്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയത്, നമ്മുടെ റമദാനിലൊരു ഫണ്ട്, എല്ലാ റമദാനിലും പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി, രോഗികൾക്ക്, വിധവകൾക്ക് വേണ്ടി ഒരു ഫണ്ട് നമ്മളിവിടെ സ്വരൂപിക്കുന്നുണ്ട്. ആ ഫണ്ട് അൽഹംദുലില്ലാഹ് ഈ വർഷം ഒരു 107 പേർക്ക് നമ്മുടെ സഹായം എത്തിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ നല്ലൊരു സംരംഭമായിക്കൊണ്ട് ഇന്നും നമ്മൾ നല്ല നിലയിൽ കൊണ്ടുപോകുന്നു. ഇത്തരം പരിപാടികളൊക്കെ വായിച്ച് നമ്മുടെ രാജ്യം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ ഇതൊക്കെ പറയുമ്പോഴും ചെറിയൊരു ന്യൂനപക്ഷം പല കാരണവശാലും നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കാതെയും ഒക്കെയുള്ള നമ്മുടെ നാട്ടുകാരുണ്ട്. അവരെ കൂടി ഇതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഇതിലും വലിയ വിജയമാക്കി തരുവാൻ നിങ്ങൾ സഹായിക്കണം എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്കോട് പറയാനുള്ളത്. നിങ്ങൾക്കറിയാം, സമയം കുറവായതുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള മിസ്റ്റർ മുസാഫിർ സാഹിബ് അവർ, അദ്ദേഹത്തെ കുറിച്ച് സൗദിയിലെ പ്രവാസികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് ജില്ലക്കാർക്ക്. കാരണം ദൃശ്യമാധ്യമങ്ങൾക്കുള്ള വരുന്നതിന് മുമ്പ് ഒരു മലയാള പത്രത്തിന്റെ ആവശ്യമുള്ള സമയത്ത് നമ്മൾക്കെത്തിയ മലയാള ന്യൂസ്, ആ മലയാള ന്യൂസിൽ അദ്ദേഹം ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മുടെ ഗവൺമെന്റിന്റെയും അതുപോലെ ഇവിടെയുള്ള ഗവൺമെന്റിന്റെയും ഒക്കെ ശ്രദ്ധയിൽ തൂലികയിൽ കൂടി നമ്മുടെ വിവരങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ എത്തിക്കുന്നതിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് പ്രവാസികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കൂടുതലായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക്, അദ്ദേഹമാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്, അദ്ദേഹത്തെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രണ്ടാമതായി, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട മുസ്തഫ സഖാഫി, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് കമ്മിറ്റിക്ക് വേണ്ടി, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഈ പരിപാടിയിൽ എത്തിയുള്ള നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ നാട്ടുകാർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഈ പരിപാടിയിൽ ആദ്യമായി പങ്കെടുത്ത നമ്മുടെ കുടുംബത്തിനും ഈ കമ്മിറ്റിക്ക് വേണ്ടിയും എനിക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും. അധ്യക്ഷ സ്ഥാനത്തേക്ക് അഭിവാദ്യം ക്ഷണിച്ചു.